ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് എന്ത് ഫുഡാണ് കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് കുറേ പേരൊക്കെ കമൻ്റ് ഇട്ടിരുന്നു, നല്ല കമൻറ്റുകളായിരുന്നു. അതനുസരിച്ച് ഞാൻ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തു. കുഞ്ഞുങ്ങളൊക്കെ ഉഷാറായിട്ടുണ്ട്, ഇനി ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ ഫില്ലറിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു കുഞ്ഞ് നമ്മൾ പാത്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ കഴിക്കുന്നുണ്ട്. കുഞ്ഞിപ്പോൾ നമ്മളുമായിട്ട് നല്ല ഇണക്കമാണ്. ആദ്യമായിട്ടൊക്കെ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോകുമ്പോൾ കുഞ്ഞുങ്ങൾ നല്ല ചീറ്റിലായിരുന്നു. ഇപ്പോൾ നല്ല ഉഷാറായി, കുഞ്ഞുങ്ങൾ നല്ല ഹാപ്പിയാണ്. കുഞ്ഞുങ്ങളുടെ തന്തപ്പൂച്ച നല്ല പ്രൊട്ടക്റ്റാണ്. അതിനെ കുഞ്ഞുങ്ങളൊന്നും ഉപദ്രവിക്കുന്നില്ല. കൂടെ അതിൻ്റെ അടുത്ത് വന്നിട്ട് അതിനെ നോക്കുകയും പരിചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉപദ്രവമൊന്നുമില്ല. എന്തോരം തള്ളപ്പൂച്ചയെ കണ്ടു കിട്ടിയില്ല, അതെന്തായാലും നഷ്ടപ്പെട്ടു പോയി. ഇനി അത് വരില്ല എന്ന് തന്നെ നമ്മളെ 100% വിശ്വാസവും. എത്തുമെങ്കിൽ എത്താൻ സമയം കഴിഞ്ഞു. നല്ല കുട്ടികളൊക്കെ നല്ല ഉഷാറായി. നമ്മൾ ആദ്യം പേസ്റ്റ് പൗഡറിലാണ് കുഞ്ഞുങ്ങളെ ഇട്ടിരുന്നത്. കുഞ്ഞുങ്ങളപ്പോൾ ചാടിപ്പോണ്. അപ്പോൾ ഇത്തിരി ഒന്ന് ചാടാറൊക്കെ ആയി. ആദ്യം നമ്മൾ പേസ്റ്റ് പൗഡർ ഇട്ടിരുന്നത് അത് കൊച്ചുങ്ങളൊക്കെ കൂടെ ഓടിയിട്ട് കൊച്ചുങ്ങൾ ചവിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ ബക്കറ്റിനകത്താക്കി ഇട്ടിട്ട് അങ്ങനെ ചാടി പോണില്ല. പിന്നെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ബക്കറ്റിലാക്കിയപ്പോൾ സേഫ്റ്റിയായി. തന്തപ്പൂച്ചയാണ് അടുത്ത് നിൽക്കുന്നത്. തന്തപ്പൂച്ച വന്ന് കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. വല്ലപ്പോഴൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ സന്ദർശനമുണ്ട്. ഇതുപോലെ നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അതിങ്ങനെ ചീറുമായിരുന്നു. നമ്മളെ തീരെ ഇണക്കമില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ കാണാനൊക്കെ ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ചീറൊക്കെ വരുന്നു, പേടിച്ചിട്ട്. ഇപ്പം വലിയ ഇണക്കമാണ്. നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ വിളിക്കും, ചാടി ഇറങ്ങാനൊക്കെ നോക്കും. നമ്മൾ ഫില്ലറില്ല കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തിരുന്നത്. ആദ്യമൊക്കെ ഫില്ലറിൽ, ഇപ്പം കുറച്ച് എളുപ്പമുണ്ട് കൊടുക്കാൻ. അവിടെ പാത്രത്തിലൊക്കെ കൊടുക്കുമ്പോൾ കുടിക്കുന്നുണ്ട്. വലിയ പാടാണ്. ചെറുതായിട്ടൊക്കെ അത് കുടിക്കും, ഇങ്ങനെ പാത്രത്തിലൊക്കെ ഇങ്ങനെ കുടിക്കും. പിന്നെ നമ്മൾ ഫില്ലറിലൂടെ കൊടുക്കും. പിന്നെ പാടാണ് ഫുഡ് കൊടുക്കാനൊക്കെ, നല്ല പാടാണ്. പാത്രത്തിൽ കൊടുക്കുമ്പോൾ കുറേശ്ശെ ഇങ്ങനെ കുടിക്കും. ചിലരൊക്കെ കുടിക്കുന്നുള്ളൂ. നമ്മൾ 4 പേർക്ക് എന്തായാലും ഫില്ലറിൽ കൊടുക്കും, എൻ്റെ വയറ് വീക്കാൻ വേണ്ടിയിട്ട്. കൂടെ തള്ളപ്പൂച്ച കൊടുക്കും പോലെ അതിന് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പാത്രത്തിലും ഫില്ലറിലൊക്കെ ആയിട്ട് കൊടുക്കുമ്പം ഒത്തിരി കൊടുക്കും. പിന്നെ നമ്മൾ തുണിയൊക്കെ വെച്ച് ആണ് കിടത്തുന്നത്. തുണിയൊക്കെ വെച്ച് പാലൊക്കെ കൊടുത്തിട്ട് തുണിയൊക്കെ വെച്ച് കിടത്തുമ്പോഴത്തേക്ക് അത് പിന്നെ അനങ്ങാതെ കിടന്നോളും. വയറ് നിറഞ്ഞതിൻ്റെ വിശപ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ അത് ബക്കറ്റിൽ അനങ്ങാതെ കിടന്നോളും. വലിയ ശല്യമില്ല. രാവിലെ ആകുമ്പോൾ വിളി തുടങ്ങും. നല്ല ഉഷാറായിട്ടുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച പോലെയല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് ആയിപ്പോയിട്ടുണ്ടാവും. കുഞ്ഞുങ്ങളൊക്കെ വയറ്റിളക്കം പിടിച്ച് ചത്തുപോയി. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വലിയ പേടിയായിരുന്നു. എന്തായാലും നിങ്ങൾ കമൻറ്റൊക്കെ ഇട്ടത് കൊണ്ടാണ് കുറച്ച് നമുക്കൊരു കുഞ്ഞുങ്ങളുടെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്.